ഹലോ നമസ്കാരം എല്ലാവർക്കും കവീസ് കിച്ചൻ പാർട്ണറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് ഒരു അടിപൊളി നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉഴുന്നുവട എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അതിൻ്റെ മാവിൽ, അതായത് ഉഴുന്നുവടയുടെ ബാറ്ററിൽ കുറച്ച് വെള്ളം അധികം അരയ്ക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം കൂടിപ്പോയാലും പ്രശ്നമില്ല കേട്ടോ. മിക്സിയിൽ അരച്ച മാവ് കൊണ്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉഴുന്നുവട എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നമുക്ക് നോക്കാം. ഉഴുന്നുവട ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒരു കപ്പ് ഉഴുന്നാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു കപ്പ് ഉഴുന്ന് ഒരു 5 മണിക്കൂറോളം വെള്ളത്തിൽ നല്ല കുതിർത്തിട്ട് എടുത്തു വെച്ചതാണിത്. ഈ ഉഴുന്ന് നമുക്ക് ആവശ്യത്തിന് മിക്സിയുടെ ജാറിൽ ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉഴുന്ന് ഒരു പകുതിയായിട്ട് ഇട്ട് അരച്ച് എടുക്കണം. ഇതിലേക്ക് പകുതി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ ആദ്യം. ഇനി ഇത് അരയാൻ ആവശ്യമായുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. എപ്പോഴും ഉഴുന്നിൻ്റെ താഴെ കണ്ട് വെള്ളം നിൽക്കണം രീതിയിൽ വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട്. കൂടുതലാവാൻ പാടില്ല അധികം. അത്യാവശ്യം ഈ ഉഴുന്ന് അരയാൻ ആവശ്യമായിട്ടുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ മാവ് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്തിട്ടാണ് അരച്ചെടുത്തിരിക്കുന്നത്. നല്ല അത്ര അധികം കട്ടിയിലൊന്നല്ല അരച്ചെടുത്തിരിക്കുന്നത്, കുറച്ച് ലൂസായിട്ട് തന്നെയാണ് അരച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ വെള്ളം കൂടി പോയി എന്ന് വിചാരിച്ചിട്ട് ഒരു പ്രശ്നമില്ല. ഇനി ഈ മാവിലേക്ക് ആവശ്യമായിട്ടുള്ള ഇതിലേക്ക് ചേർക്കേണ്ട മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്ന് പറയാം. അപ്പോൾ ഉഴുന്നുവടയിലേക്ക് ആവശ്യമായിട്ടുള്ള മിക്സ് ഉണ്ടാക്കാനായിട്ട് നമ്മളൊരു വേറെ പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചേർക്കേണ്ടത്, ഞാൻ എടുത്തിരിക്കുന്നത് ഒരു സവോളയുടെ പകുതി എടുത്തിട്ടുള്ളൂ, ചെറുതായിട്ട് കുനുകുനുന്ന് അരിഞ്ഞത്. പിന്നെ 3 പച്ചമുളക്, അതുപോലെ തന്നെ നല്ല എരിവുള്ള മുളകാണ്, അപ്പോൾ 3 പച്ചമുളക് എടുത്തിട്ടുള്ളൂ, അത് ചെറുതായി അരിഞ്ഞത്. അതുപോലെ തന്നെ കറിവേപ്പില, ഇഞ്ചി ചെറുതായി അരിഞ്ഞത് കേട്ടോ. ഇതെല്ലാം കൂടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിട്ട് കൊടുത്ത ശേഷം ഇതിലേക്ക് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ കായപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കണം. അതിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എനിക്ക് ആവശ്യത്തിന് ഉപ്പ് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കായപ്പൊടി ഒരു അര സ്പൂണോളം കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ചെറിയ സ്പൂൺ കൊണ്ട് ഒരു അര സ്പൂണോളം കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുരുമുളക് മുഴുവനായിട്ട് ഇടുന്നില്ല, കുരുമുളക് ചതച്ചിടുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ചതച്ച കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് ചതച്ച കുരുമുളക് കൂടി ചേർത്ത് കൈ വെച്ച് നന്നായി ഇത് മിക്സ് ചെയ്തെടുക്കണം. ഇത് നന്നായി കൈ വെച്ചിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഇത് മിക്സ് ആയിട്ടുണ്ട്. നമ്മുടെ മാവിലേക്ക് അരച്ച് വെച്ച മാവിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പൊക്കെ ശരിയാണെന്ന് കറക്റ്റാണോ എന്ന് നോക്കണം. ഇത് മാവിൽ മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഉപ്പ് പാകത്തിനാണോ നോക്കാം. മിക്സ് ചെയ്തെടുക്കാം. കൈ വെച്ച് തന്നെ മിക്സ് ചെയ്യണം കേട്ടോ. കൈ വെച്ച് തന്നെ നന്നായി മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്യുന്നതിലാണ് ഉഴുന്നുവട നല്ല ക്രിസ്പി ആയിട്ട്, അതുപോലെ തന്നെ നന്നായി പൊന്തി വരാനും ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ഇങ്ങനെ മിക്സിങ്ങിലാണ് കേട്ടോ. കൈ വെച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് നമുക്ക് കുറച്ച് വറുത്ത അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. കുറേശ്ശായിട്ട് ചേർത്ത് കൊടുക്കാം. കട്ടിയാവുന്നതനുസരിച്ച് നിർത്താമല്ലോ. കുറേശ്ശായിട്ട് ചേർത്ത് കൊടുക്കാം. വറുത്ത അരിപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അരിപ്പൊടി പത്തിരിപ്പൊടി ആയാലും കുഴപ്പമില്ല, പുട്ടിൻ്റെ പൊടി ആയാലും പ്രശ്നമില്ല. കൈ വെച്ച് നന്നായി മിക്സ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ വടയുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. അരിപ്പൊടിയൊക്കെ ചേർത്ത് നന്നായി പതപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ബാറ്റർ താഴ്ന്നു പോകുന്നതിന് മുന്നേ തന്നെ നമുക്ക് വട ഉണ്ടാക്കി എടുക്കാം. അപ്പോൾ എന്നാൽ മാത്രമേ നല്ല മൊരിഞ്ഞ വട കിട്ടുള്ളൂ. പിന്നെ ഇതിലൊരു ഇൻഗ്രീഡിയൻറ്റ് ചേർത്തത് പറയാൻ വിട്ടുപോയി. 2 സ്പൂണോളം ദോശമാവ് അല്ലെങ്കിൽ ഇഡ്ഡലിയുടെ മാവ് ഉണ്ടല്ലോ, അത് 2 സ്പൂൺ ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ബേക്കിംഗ് സോഡ പുറമേ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ബേക്കിംഗ് സോഡയൊക്കെ ഇടും. അതിന് പകരമാണ് നമ്മൾ ഈ മാവ് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ തലേദിവസം അരച്ച് വെച്ചിരിക്കുന്ന ദോശയുടെ അല്ലെങ്കിൽ ഇഡ്ഡലിയുടെ മാവ് ഉണ്ടെങ്കിൽ 2 സ്പൂണ് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നന്നായി പതപ്പിച്ചെടുത്തിട്ടാണ് ഇത് വട ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അതുപോലെ ഇതിൽ ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്ന് നോക്കണം. ഉപ്പ് ചേർത്ത് നോക്കണം. നമ്മൾ അരിപ്പൊടിയൊക്കെ ചേർത്തല്ല, അപ്പോൾ ഉപ്പ് കുറച്ച് കുറയാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഉപ്പും കൂടി നന്നായിട്ട് നോക്കിയിട്ട് ശേഷം വട ഉണ്ടാക്കാം.
വട ഉണ്ടാക്കാനായിട്ട് ഞാൻ ചീനച്ചട്ടിയിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ നന്നായി ചൂടാവുന്ന വരെ നല്ല ഫ്ലെയിമിലിടുക. അതിനുശേഷം നന്നായി ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് മാത്രമേ നമ്മൾ ഏതൊരു സ്നാക്കും ഉണ്ടാക്കിയെടുക്കാൻ പാടുള്ളൂ. നല്ല ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടാനായിട്ടും നല്ല ക്രിസ്പി ആയിട്ട് പുറമേയൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കാനും അത് നമ്മളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്. തീ ഒന്ന് സ്ലോ ആക്കിയിട്ട് നമുക്ക് വടയുടെ ബാറ്റർ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വട ഉണ്ടാക്കി തുടങ്ങാം. വട ഉണ്ടാക്കുന്നതിന് മുന്നേ നമ്മുടെ 2 കൈയും വെള്ളത്തിൽ നനയ്ക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ മാവ് കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് നമ്മളത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ നല്ല മൊരിഞ്ഞ വടയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാനത് എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഉണ്ടാക്കിയെടുക്കാം. മൊരിഞ്ഞ വടയായിട്ടുണ്ട്. ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇപ്പോൾ 1 കപ്പ് അരിപ്പൊടി കൊണ്ട് നമുക്ക് നല്ല മൊരിഞ്ഞ ഉഴുന്നുവട ലഭിച്ചിട്ടുണ്ട്. നമ്മൾ ഉഴുന്നുവട ഉണ്ടാക്കുമ്പോൾ ചില ടിപ്സുകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല സോഫ്റ്റും നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉഴുന്നുവട, ടേസ്റ്റിലും വലിയ വ്യത്യാസമില്ലാത്ത ഉഴുന്നുവട നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി വീട്ടിൽ തയ്യാറാക്കി നോക്കണം. തയ്യാറാക്കി നോക്കിയ ശേഷം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റിലൂടെ ഞങ്ങളെ അറിയിക്കണം. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.